ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. വലിയ വേദനയോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പ്രശസ്തനായ സ്വാമി ഏതാണ്ട് 3,77,000 പേർ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ട്. അദ്ദേഹത്തിന് സബ്സ്ക്രൈബ് ചെയ്ത വകയിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 3,77,000 പേർ. 3,77,000 ബ്രഹ്മ കോഗ്നിഷൻ. അങ്ങേരുടെ ഓരോ വീഡിയോവും 28,000-ഉം 30,000-ഉം ഒക്കെ ആൾക്കാരാണ് കാണുകയും ലൈക്ക് അടിക്കുകയും ചെയ്യുന്നത്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? മഹാത്ഭുതമാണ്. സംഭവിക്കുമല്ലോ. ഭഗവത്ഗീത എന്ന് പറയുന്ന രാജ്യമൊട്ടും പല സ്ഥലങ്ങളിലും അതിൻ്റെ ട്രാൻസ്ലേഷനും കാര്യങ്ങളിലുമായിട്ട് ഭഗവത്ഗീതയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പച്ചത്തെറിയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു പച്ചത്തെറിയാണ് എന്നാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ എത്രമാത്രം നിന്ദ്യമായ ഭാഷയിൽ ചിത്രീകരിക്കാൻ പറ്റുമോ അത്രയും നിന്ദ്യമായ ഭാഷയിൽ ചിത്രീകരിക്കുക മാത്രമല്ല, അവഹേളിക്കുക, എന്തൊക്കെ വാക്കുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്തു പോയൊരു സ്വാമിജിയാണ് ബ്രഹ്മ കോഗ്നിഷൻ. തലയെക്കെട്ടെല്ലാം കെട്ടി നല്ല സുന്ദരനായിട്ട് മുസ്ലിം ജനത എടുത്തു കൊടുത്ത വീട്ടിൽ സുഖവാസത്തോടെ ഹിന്ദുവിനെതിരായിട്ട് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി ലാസ്റ്റ് ബ്രഹ്മ കോഗ്നിഷൻ അപ്രത്യക്ഷമായി. എന്തോ സ്റ്റേ വന്നു. എവിടെ നിന്നായിരിക്കും? യൂട്യൂബ് സ്റ്റേ വരില്ലേ? അത്രയും നിന്ദ്യമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. പക്ഷേ ഈ ബ്രഹ്മ കോഗ്നിഷൻ്റെ നമ്മുടെ ദുരന്തം വന്നേരം ഉള്ള ഏത് ദുരന്തം? വയനാട് ദുരന്തം വന്നേരമുള്ള അതിന് ലൈക്കടിക്കാനും കാണാനും 1000 പേര് കൂടിയില്ല. 900, 800 ചില്ലാനും കുറേ ആളുകൾ ഉണ്ടായിട്ടുള്ളൂ കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി. പക്ഷേ മതപരമായിട്ട് വരുന്ന എന്തും കാണുവാൻ അനേകായിരങ്ങളാണ്. മതപരമായിട്ട് ഹിന്ദുവിനെ നിന്ദിക്കുന്ന ആ ഒരു അവസ്ഥ കാണാനും സന്തോഷിക്കുന്നത്. പക്ഷേ എൻ്റെ ബ്രഹ്മ കോഗ്നിഷ്യ, താങ്കൾ ചെയ്യേണ്ടത് ആ സ്വാമി എന്നുള്ള ആ ഒരു അലങ്കാരം മാറ്റുകയാണ് വേണ്ടത്. എന്തിനാണ്? എവിടെ നിന്നാണ് മോക്ഷം കിട്ടുക? വാക്കുകളില്ല. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നന്ന സഹതാപം. താങ്കളുടെ അവസ്ഥ കാണുമ്പോൾ സഹതാപമല്ലാതെ മറ്റൊരു വികാരവും തോന്നുന്നില്ല സുഹൃത്തെ. എന്തെല്ലാം ഉണ്ട് പറയാൻ. എന്തൊക്കെ. ഇങ്ങനെയാണോ? ഇതാണോ സംസ്കാരം എന്ന് പറയുന്നത്? ഇതാണോ ഭാരത സംസ്കാരം? ഇതാണോ സംസ്കാരം എന്ന് പറയുന്നത്? ഇനി ഏത് മതവിഭാഗമായിക്കോട്ടെ, മറ്റൊരു മതവിഭാഗത്തെ ഒരു മതത്തിൽ നിന്നും കൊണ്ട് തെരുവിളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് അരോചകമല്ലേ ഭഗവാൻ? പിന്നൊരു രസമുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വീഡിയോൻ്റെ എൻഡിൽ വരുമ്പോൾ, തലക്കെട്ടിൽ എൻഡിൽ വരുമ്പോൾ എന്താ പറഞ്ഞത്? ശിവനെ എന്ന് പറഞ്ഞിട്ട്, അതായത് ശിവഭഗവാൻ വന്നിച്ചും കൊണ്ട് ഉള്ള ഒരു ശിവനെ എന്നുള്ളൊരു വാക്കിൻ്റെ അതായത് ഒരു ഹെഡിങ്ങിൻ്റെ ഒരു ടൈറ്റിലിൻ്റെ എൻഡിൽ ശിവനെന്ന്. എൻ്റെ കോഗ്നീഷ്യ, നിങ്ങൾ വീഡിയോ ഉണ്ടാക്കുമ്പോൾ തന്നെ പറയാറുണ്ട് ഇടക്കിടക്ക്, അതെനിക്കറിയില്ല, അതങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട്. എന്ത് അരോചകമാണ് സുഹൃത്തെ. താങ്കൾ ഒന്നുമില്ലെങ്കിൽ പ്രായമുള്ള മനുഷ്യനല്ലേ? ആ പ്രായത്തിൻ്റെ പക്വതയും ബുദ്ധിയും കാണിക്കണ്ടേ? എന്തിനാണ്? ഏതിനാണ്? എവിടെ നിന്നാണ്? മോക്ഷം കിട്ടുമോ ഭഗവാനെ? സാരമില്ല. പക്ഷേ
കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്. പലരും പല രീതിയിൽ വിളിക്കുന്നു. ആ നാഥൻ്റെ കളി കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ